വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. യേശുദമ്പുരാൻ്റെ ശിഷ്യന്മാർ അവന് വേണ്ടി ഭക്ഷണം ഒരുക്കുവാനായിട്ട് നഗരത്തിലേക്ക് ചെന്ന് തിരിച്ചു വന്നിട്ട് യേശുദമ്പുരാനോട് പറയുകയാണ്, ഗുരോ ഇതാ ഭക്ഷിച്ചാലുമെന്ന്. യേശുദമ്പുരാൻ അവരോട് തിരികെ മറുപടിയായിട്ട് പറയുന്നു, നിങ്ങൾക്കറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന്. ശിഷ്യന്മാർ വിചാരിച്ചു ആരെങ്കിലും അവർക്ക് യേശുദമ്പുരാന് ഭക്ഷണം കൊടുത്തിരിക്കാമെന്നുള്ളതാണ്. പക്ഷേ യേശുദമ്പുരാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ആഹാരം എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം തിരഹിതം നിറവേറ്റുന്നത് തന്നെ എത്രയെന്ന്. യേശുദമ്പുരാൻ്റെ ജീവിതത്തിൽ ശിഷ്യന്മാരുടെ പഠിപ്പിക്കലുകളിൽ നമുക്ക് പലയിടത്തും കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്, ജഡപ്രകാരമുള്ള ലോകപ്രകാരമുള്ള നേട്ടത്തിന് വേണ്ടിയല്ല ദൈവത്തോടടുക്കേണ്ടത്, മറിച്ച് ആത്മാവിൻ്റെ ആഹാരത്തിന് വേണ്ടി, ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ക്രിസ്തീയ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പലതവണ ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും ശിഷ്യന്മാർ എനിക്ക് നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഭക്ഷണമുണ്ടെന്ന് പറയുമ്പം അവിടെ കാര്യമൊന്നും മനസ്സിലാകാതെ യേശുദമ്പുരാനോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ഭക്ഷണം തന്നിട്ടുണ്ടോ എന്ന് മനസ്സിൽ അവർ വിചാരിക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും ആ കനാന്യ സ്ത്രീയോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കേൾക്കുന്നത്. ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം. അവിടെയും യേശുദമ്പുരാൻ അവൾക്കും എന്നേക്കും ദാഹിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ദാഹജലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിനക്കെന്നും ഒരിക്കലും ദാഹിക്കാതിരിക്കേണ്ടതിന് ദാഹജലം എൻ്റെ കയ്യിലുണ്ട് എന്ന്. ആ സ്ത്രീക്കും ശിഷ്യന്മാരെ പോലെ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. ആ സ്ത്രീയും യേശുദമ്പുരാനോട് പറയുകയാണ്, ഗുരു അങ്ങ് തന്നാലും എനിക്കിനി മലയുടെ മുകളിൽ ഇത്ര ദൂരം സഞ്ചരിച്ച് വെള്ളം എടുക്കാനായിട്ട് വരണ്ടല്ലോ, ഒരിക്കലും എനിക്ക് ദാഹിക്കത്തില്ലല്ലോ, അതുകൊണ്ട് എന്നേക്കും ദാഹിക്കാതിരിക്കേണ്ടതിനുള്ള ദാഹജലം എനിക്ക് തന്നാലുമെന്നാണ് പറയുന്നത്. അവളോടും യേശുദമ്പുരാൻ ഇപ്രകാരം പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ദാഹജലം, ഒരിക്കലും ആത്മാവ് മരിച്ചു പോകാതിരിക്കാനായിട്ട്, ആത്മാവ് നാശത്തിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള ആത്മാവിൻ്റെ ദാഹജലത്തെക്കുറിച്ചാണ്, തണ്ണീർക്കുടിയെക്കുറിച്ചാണ് യേശുദമ്പുരാൻ അവളോടും പറയുന്നത്. യേശുദമ്പുരാൻ്റെ പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം, ഈ ലോകത്തിലേക്കുള്ള കടന്നുവരവും ഈ സുവിശേഷങ്ങളും ഒക്കെ തന്നെ ലക്ഷ്യപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമ്മെ എല്ലാവരെയും ആത്മാവിൽ ബലപ്പെടുത്തുവാനായിട്ട് ആണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. പക്ഷെ 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ഇന്നും ആഗ്രഹിക്കുന്നത് ജഡീയ പ്രകാരമുള്ള നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഖബറിലേക്ക് കടന്നു വരുന്നവരിൽ എല്ലാവരും തന്നെ, മിക്കവാറും പേരും തന്നെ ജഡപ്രകാരമുള്ള ഓരോ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് കടന്നു വരുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റും നമ്മുടെ ജഡീക പ്രകാരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടല്ലേ നമ്മൾ പലപ്പോഴും കടന്നു വരുന്നത്. എന്നാൽ ക്രിസ്തു അതിനെയാണ് ശക്തമായിട്ട് വിമർശിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ജഡപ്രകാരം പ്രാർത്ഥിക്കേണ്ടെന്നുള്ളതല്ല, നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടെന്നുള്ളതല്ല, മറിച്ച് മുൻപേ അവിടുത്തെ നീതിയും രാജ്യവും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ പുറകെ ബാക്കിയെല്ലാം വരുമെന്നുള്ള കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കുന്നത്. ജഡപ്രകാരമുള്ള നേട്ടങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് അറിയാതെ കടന്നു വരും. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമ്മുടെ ആത്മാവിന് ബലം കൊടുക്കുവാനും ദൈവത്തിന് ഇഷ്ടമായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ദൈവ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ദൈവ ഇഷ്ടപ്രകാരമാണോ എൻ്റെ ജീവിതം? നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ എൻ്റെ പങ്കാളിയോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട് ദൈവ ഇഷ്ടപ്രകാരമാണോ സംസാരിക്കുന്നത്, പെരുമാറുന്നത്? എൻ്റെ മക്കളോട്, എൻ്റെ കുഞ്ഞുങ്ങളോട് ദൈവഹിതപ്രകാരമാണോ ഞാൻ പെരുമാറുന്നത്? അവരുടെ വളർച്ചയിൽ ദൈവഹിതപ്രകാരം അവർ വളരണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഞായറാഴ്ചയും ട്യൂഷന് വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ലൗകിക പ്രകാരമുള്ള നേട്ടങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കാനായിട്ടുള്ള നെട്ടോട്ടത്തിൻ്റെ നടുവിൽ ദൈവ ഇഷ്ടപ്രകാരം അവരെ വളർത്തുവാനായിട്ട് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ചുമതലയിൽ നമ്മൾ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുന്നവരാണോ എന്ന് സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ലോകം ഇങ്ങനെയൊക്കെയല്ലേ, ലോകത്തെല്ലാവരും ജോലി കാര്യങ്ങളിലൊക്കെ തട്ടിപ്പും അഴിമതിയും ഒക്കെ നടത്തുന്നു, അതുകൊണ്ട് ഞാനും തട്ടിപ്പ് നടത്തുന്നു, അഴിമതി നടത്തുന്നു, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നു. ലോകം ചിന്തിക്കുന്നത് ഇതാ. ലോകത്തിൻ്റെതായിട്ടുള്ള പല മനുഷ്യരും
അങ്ങനെ മോശമായിട്ട് ജീവിക്കുന്നു, എന്നാൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ കുറച്ച് വ്യത്യസ്തനായിട്ട് ജീവിക്കുന്നതെന്ന പലപ്പോഴും പലരും ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, അത് ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനായിട്ടുള്ളതാണ്. ദൈവ ഇഷ്ടപ്രകാരമാണോ ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ഓരോ ദിവസവും ചോദിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പം ദൈവത്തോട് പറയണം, ദൈവമേ, അങ്ങയുടെ തിരുഹിതപ്രകാരം എന്നെ ഇന്ന് നടത്തണമേ എന്ന്. നന്മകൾ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ, അതൊക്കെയാണ് തമ്പുരാൻ പഠിപ്പിച്ചിരിക്കുന്നത്. നോമ്പ് നോക്കുവാൻ, വിശുദ്ധ കൂദാശകൾ അനുഭവിക്കുവാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ, ഇതൊക്കെ തമ്പുരാൻ പഠിപ്പിച്ചു വന്നിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തിയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അതുകൊണ്ട് ദൈവത്തിന് ഹിതപ്രകാരമാണോ നമ്മുടെ ഓരോ പ്രവൃത്തിയുമെന്നും യേശുദമ്പുരാനെ പോലെ ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുദമ്പുരാൻ പറയുന്നത്, ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നതാണ് എൻ്റെ ആഹാരം എന്നുള്ളത് പറഞ്ഞതുപോലെ നമ്മളെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം ഓർക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചടിപ്പിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ ജനവും സ്വന്തം വംശവുമാകുന്നുവെന്ന് പറയുന്നത്. പരിശുദ്ധ മാമോദീസ ജലം തലയിൽ വീണവരായ നമുക്ക് ലോകത്തിൽ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാനുള്ളവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പങ്കാളിയോടാണെങ്കിലും, നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും, നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും, നമ്മൾ എന്ത് ചെയ്യുന്നിടത്തും ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ഞാൻ ചെയ്യുന്നതെന്ന് ഉൾവിളിയോടെ ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കർത്താവ് പറയുന്ന ഒരു വാക്യമാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. മുന്തിരിവള്ളിയോട് ചേർന്ന് വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് ഫലമൊന്നും കായ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാമല്ലേ, കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മധുരതരമായ മുന്തിരിങ്ങാകൾ കായ്ക്കുകയുള്ളൂ. അതുകൊണ്ട് യേശുദമ്പുരാൻ പറയുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നോട് കൂടെ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. നിങ്ങൾ അധിക ഫലം, മധുരതരമായ ഫലം ലോകത്തിൽ പുറപ്പെടുവിക്കാൻ തക്കവണ്ണം എത്രയെന്ന്. ക്രിസ്ത്യാനിയെക്കുറിച്ച് ക്രിസ്തുവിന് വലിയ ആഗ്രഹങ്ങളുണ്ട്. മധുരതരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, മറ്റുള്ളവർക്ക് മുമ്പിൽ മധുരം പൊഴിക്കുന്ന, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്ന. അതുകൊണ്ടാണല്ലോ 4-ാം നൂറ്റാണ്ടിലൊക്കെ, ആദിമ നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്ന ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, സീ ഹൗ ദീസ് പീപ്പിൾ ലവ്സ് ഈച്ച് അതർ എന്ന്. എത്ര മനോഹരമായിട്ട് ഈ മനുഷ്യർ സ്നേഹിക്കുന്നു, എത്ര മനോഹരമായിട്ട് മാതൃകാപരമായിട്ട് ഈ മനുഷ്യർ ജീവിക്കുന്നുവെന്ന് ക്രിസ്ത്യാനികളെ കൊണ്ട് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് സ്വയമായിട്ടൊന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതാണ്. ഈ പരിശുദ്ധനായ പുണ്യവാളൻ, പരിശുദ്ധനായ പരിമല തിരുമേനി ദൈവഹിതപ്രകാരം ജീവിച്ചവനാണ്. ഓരോ നിമിഷങ്ങളിലും, ഓരോ ജീവിതത്തിന്റെ സ്പന്ദനങ്ങളിലും ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനും അതുപ്രകാരം സംസാരിക്കുവാനും അതുപ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുള്ള പരിശുദ്ധനായ മനുഷ്യനാണ് പരിമല തിരുമേനി. നമ്മുടെ എല്ലാ പരിശുദ്ധന്മാരും അങ്ങനെ ജീവിച്ചിട്ടുള്ള പുണ്യപിതാക്കന്മാരാണ്. നമ്മുടെ ജീവിതം കൊണ്ടും അല്പമൊക്കെ ദൈവത്തിനോട് ചേർന്ന് അനുരൂപരായിട്ട് ജീവിക്കുവാൻ ദൈവഹിതപ്രകാരമാണോ, അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിലെങ്കിലും നമ്മളൊന്ന് മാറി ചിന്തിക്കുവാൻ, നമ്മുടെ പ്രവൃത്തിയിലെങ്കിലും ദൈവഹിതപ്രകാരമാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്നത്തെ ഞായറാഴ്ച കൊണ്ട് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.